ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +1 ക്ലാസ്സിലെ പോസ്റ്ററും വിജ്ഞാപനം നോക്കാം. ആദ്യം നമുക്ക് പോസ്റ്റർ നോക്കാം. നിങ്ങളുടെ ചാപ്റ്ററാണ് ജുലൂസ് എന്ന ചാപ്റ്ററിലെ നാട്യരൂപാന്തർ. അതിനെ രംഗമഞ്ചലാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പോസ്റ്റർ എന്നെഴുതുക. അതിനുശേഷം താഴേക്ക് ജുലൂസ് എന്നുള്ള സിംഗിൾ കോമയ്ക്കകത്ത് ആക്കണം. നോക്കി, ജുലൂസ് നാട്യരൂപാന്തർ കോ രംഗമഞ്ച് പർ അഭിവ്യക്തെ. ജുലൂസ് എന്ന നാട്യരൂപാന്തരത്തെ സ്റ്റേജിലുള്ള അവതരണം. അത് ഞാൻ എഴുതിയതുപോലെ കൃത്യമായിട്ട് എഴുതുക. അതിൻ്റെ താഴേക്ക് സ്ഥാൻ സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം. ഞാൻ കൊല്ലം എന്ന് വെച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. അതിൻ്റെ താഴേക്ക് 2025 फरवरी 10 मंगलवार सवेरे स्कूल के सभागृह में शुरू हो जाएगा. 2025 ഫെബ്രുവരി 10 മംഗൾവാർ ചൊവ്വാഴ്ച രാവിലെ സ്കൂളിൻ്റെ സഭാങ്കണത്തിൽ വെച്ച് ശുരുഹോന ആരംഭിക്കും. അടുത്ത പ്രസ്തുതി അവതരണം 11वीं कक्षा के छात्र, 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അതായത് +1. അടുത്ത രചനാകാർ എന്ന് വെച്ചാൽ ചിത്ര മുദ്ഗൽ എന്ന് തന്നെ എഴുതുക. നെക്സ്റ്റ് നിർദ്ദേശക വിനോദ് കുമാർ എന്ന് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വയ്ക്കാം. അതിൻ്റെ താഴെ സഞ്ചാലക സ്കൂൾ ലീഡർ, അതിൻ്റെ താഴെ സബ്കാ സ്വാഗത എന്ന് കൊടുത്തതിന് ശേഷം ഫുൾ കോളത്തിനകത്ത് ആക്കി കൊടുക്കണം. അങ്ങനെയാണ് ജുലൂസിനെ കുറിച്ചുള്ള രംഗമഞ്ചല പോസ്റ്റർ ഈ രീതിയിലാണ് എഴുതുന്നത്. നല്ലതുപോലെ എഴുതണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളുന്ന ക്വസ്റ്റ്യനാണ്. നോക്കിയേ, അത് അല്ലാതെ ഏതെങ്കിലും ഇമ്പോർട്ടൻസ് ഡേയ്സിനെ കുറിച്ചും എന്ത് ചെയ്യാം, പോസ്റ്റർ ചോദിക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് പാഠത്തിലെ സ്വതന്ത്ര ദിനമാണ്, അതായത് സ്വാതന്ത്ര്യ ദിനം, അതിനെക്കുറിച്ചുള്ളൊരു പോസ്റ്റർ നോക്കിയേ. സ്വതന്ത്ര ദിവസേ സമാരോഹേ പോസ്റ്റർ എന്ന് എഴുതിയിട്ട് എൻ്റെ താഴേക്ക് ഹെഡ്ലൈനായിട്ട് കൊടുക്കണം, സ്വതന്ത്ര ദിവസേ സമാരോഹേ. ഹിന്ദി ദിവസമാണെങ്കിൽ ഹിന്ദി എന്ന സ്വതന്ത്ര മാറ്റിയിട്ട് ഹിന്ദി എന്ന് കൊടുക്കുക. ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ വാക്ക് അവിടെ ആഡ് ചെയ്യണം. അതിനുശേഷം താഴേക്ക് താരീഖ് 15 ആഗസ്റ്റ് 2025 അതെഴുതുക. അതിനുശേഷം അതിൻ്റെ താഴേക്ക് സമയം സോമവാർ സവേരെ 8 बजे 8 മണിക്ക് സ്ഥാൻ സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം. താരിഖ് സ്ഥാന സമയം അല്ലേ, ഇത് മൂന്നും കൂടെ ഒരു കോളത്തിനകത്ത് ആക്കി വേണം വേറെ കൊടുക്കാൻ. അതിൻ്റെ താഴേക്ക് വീണ്ടും ഉദ്ഘാടൻ പ്രധാന അധ്യാപക മേഹമാൻ ശിക്ഷാ മന്ത്രി സഞ്ചാലക എന്ന് വെച്ചാൽ കോർഡിനേറ്റർ സ്കൂൾ ലീഡറെ. അതിന് താഴെ കാര്യക്രമം എന്ന് വെച്ചാൽ പ്രോഗ്രാംസേ സമാരോഹയ്ക്ക് ആധാർ പർ ചർച്ചയും. പിന്നെ നോക്കിയ ഛാത്രോങ്കി വിവിധ പ്രതിയോഗിതായ മത്സരങ്ങൾ, വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ മത്സരങ്ങൾ, നാടക ഗീത, മഹാൻ സാഹിത്യകാരവും ആർ വ്യക്തിയോങ്ക ഭാഷൻ എന്ന് വെച്ചാൽ പ്രസംഗം, അതിനുശേഷം ഫോട്ടോ പ്രദർശനി എന്നിവ ഉണ്ടായിരിക്കും. സബ്കാ സ്വാഗത, ഏവർക്കും സ്വാഗതം കൊടുത്തിട്ട് സൈഡിൽ എവിടെയെങ്കിലും ഒരു ചിത്രം കൂടി ആഡ് ചെയ്യാം. അങ്ങനെ ഫുൾ കോളം വരച്ച് കൊടുക്കണം പോസ്റ്റർ. അതിൽ ഫുൾ ഷീറ്റിനകത്ത് വൃത്തിയായിട്ട് എഴുതി കൊടുക്കണം. മറ്റുള്ള ഏത് ചോദിച്ചാലും ഇതിനെ അടിസ്ഥാനമാക്കി എഴുതണം. ഹെഡ്ലൈൻ്റെ ആ വാക്കും അതിനോടൊപ്പം തന്നെ താരീഖ് ഡേറ്റും തന്നിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി മാറ്റി കൊടുക്കുക. ബാക്കിയെല്ലാം ഇതേപോലെ എഴുതണം. ഈ ഒരു പോസ്റ്റർ പഠിച്ചാൽ ഏതും എഴുതാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ഡേയ്സിൽ. പിന്നെ ഇങ്ങോട്ട് വന്ന അടുത്ത ക്വസ്റ്റ്യൻ വിജ്ഞാപനമാണ്. വിജ്ഞാപൻ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് എന്നാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് വിജ്ഞാപനം തയ്യാറാക്കാൻ ചോദിക്കുന്നത്. ഞാനിവിടെ പെൻ വെച്ച പേന കലം അതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഏത് പ്രോഡക്റ്റാണോ അതനുസരിച്ച് വേണം പോയിന്റുകൾ എഴുതി കൊടുക്കാൻ കേട്ടോ. നോക്കിയേ, സെലോമേം ലിഖോ സെലോ കൊണ്ട് എഴുതൂ. അടുത്ത് നോക്കിയേ, ലൈഫ് സന്തുഷ്ട ബനാവു, ലൈഫെ സന്തുഷ്ടമാക്കി തീർക്കുക. ജാഗോ ഗ്രാഹകെ ജാഗോ, ഉണരൂ ഉപഭോക്താവെ ഉണരൂ. അങ്ങനെ താഴെ എഴുതണം. അതിൻ്റെ താഴെ നയാ കലം എന്നെഴുതിയിട്ട് അതിൽ ചെറിയ കോളത്തിനകത്ത് ആക്കി കൊടുക്കുക. പുതിയ പെൻ. അടുത്ത് നോക്കിയാൽ കാഗസ് കാ നയാ ദോസ്തേ, കാഗസ് എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ പുതിയ ദോസ്തേ കൂട്ടുകാരൻ. അതിൻ്റെ താഴെ അതിൻ്റെ രംഗാണ്, നിറമാണ്. അതൊരു കോളത്തിനകത്ത് ആ നിറം എത്രണ്ണം ഉണ്ട്, 5 എണ്ണം. അത് 5ഉം കൂടെ ഒരു കോളത്തിനകത്താക്കി വേണം കൊടുക്കാൻ. നോക്കി വായിക്കാം. നീലി, കാല, ലാല്, സഫേദ്, പീലി. എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി 5 രംഗോം സേ മിലെ, 5 കളേഴ്സിൽ കിട്ടും. അതിൻ്റെ താഴേക്ക് സിർഫെ എത്രയാ, 20 പൈസ, അതായത് 20 രൂപ. ഹിന്ദിയിലും കൂടെ എഴുതി അക്കുമായിട്ടും എഴുതിയിട്ടേക്ക്. അതിൻ്റെ താഴെ ഇനി ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഉള്ള പോയിന്റുകളാണ് താഴേക്ക് എഴുതുന്നത്. നമ്മൾ ഈ പേനയെക്കുറിച്ച് എഴുതും. നോക്കിയേ,
और सेलो से नए ടങ്ക് എന്ന് വെച്ചാൽ രീതി സെലോ കൊണ്ട് പുതിയ രീതിയിൽ ലിഖെ എഴുതും. അടുത്ത നോക്കിയേ, ഗുണ അധിക ദാം സസ്ത. ഗുണം അധികം, ദാം എന്ന് വെച്ചാൽ വില, സസ്ത കുറവ്. സഫി ദുക്കാനം സെ മിലെ, എല്ലാ കടകളിൽ നിന്നും കിട്ടും. ദേഖ്നെ മേ ആകർഷക ഹോത്താ ഹെ, കാണാൻ ആകർഷകമാണ്. അച്ചി അക്ഷർ സെ ലിഖോ, നല്ല അക്ഷരത്തിൽ എഴുതൂ. സഫിക്കോ ഉപയോഗ കരു, എല്ലാവർക്കും ഉപയോഗിക്കാം. ഏത് പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന പോയിന്റിൽ ചിലതൊക്കെ അതിൻ്റെ കൂടെ എഴുതാം. നോക്കി കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മെത്തേഡ്, അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് മറ്റു കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ ശരി.